ഗൈസ്, ഈ കരച്ചിൽ കേട്ട് നിങ്ങൾ പേടിക്കരുത്. ഗൈസ്, ഇത് അയർലൻഡിലെ കഴുതമാമൻ്റെ കരച്ചിലാണ്. ഈ കരച്ചിൽ കേട്ട് നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങളൊന്ന് പേടിച്ചു. ഇന്ന് അതിമനോഹരമായൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് നടന്നേക്കാമെന്ന് വിചാരിച്ചു. അയർലൻഡിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇന്ന് ഏകദേശം 9 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നു. ആ നടത്തയിൽ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ധാരാളം ആടും കുതിരയും കഴുതയും പട്ടികളും ഒക്കെയുള്ള ഒരു സുന്ദരമായ ഫാമിനടുത്തൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഒരുപാട് നേരം ഇവിടെ നിന്ന് ഇതിൻ്റെയൊക്കെ പടങ്ങൾ എടുക്കുകയും അതുപോലെ വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തു. അതിമനോഹരമായിരുന്നു ഇന്നത്തെ യാത്ര. എത്ര തവണ ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതി വരത്തില്ല. അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഓരോ സമയത്തും ഓരോ പ്രത്യേകതയാണ് ഈ കാഴ്ചകൾക്ക്. രാവിലെ ഒരു കളറാണെങ്കിൽ ഉച്ച കഴിയുമ്പോൾ മറ്റൊരു കളറായിരിക്കും. അങ്ങനെ വിവിധ തരത്തിലുള്ള കളറുകൾ, കാഴ്ചകൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ കുതിരകളെ ശ്രദ്ധിച്ചാലറിയാം, അതിൻ്റെ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നു. അത് കാവൽ നിൽക്കുകയാണ്. 2 കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നു, 2 കുതിരകൾ അതിനു ചുറ്റും കാവൽ നിൽക്കുന്നു. എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ. അയർലൻഡിലുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരെങ്കിൽ നിശ്ചയമായിട്ടും ഈ സമ്മറിൽ ഗോൾവേ കൗണ്ടിയിലുള്ള ക്ലിഫ്റ്റൺ എന്ന സ്ഥലത്ത്, കോണേമാറ ക്ലിഫ്റ്റൺ എന്ന സ്ഥലത്ത് നിങ്ങൾ വരണം. ഇതിലെ എല്ലാ വഴികളിലൂടെയും നിങ്ങൾ ട്രാവൽ ചെയ്യണം. നല്ല സീനിക് പ്ലേസാണ്. ഒരുപാട് ദൃശ്യാത്ഭുതങ്ങൾ നിങ്ങളെ കാത്ത് ഒളിച്ചിരിപ്പുണ്ട്. ഓരോ സമയത്ത് ഓരോ പ്രത്യേകതയാണ്. ഇത് സ്കൈ റോഡിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. ക്ലിഫ്റ്റൺ ടൗണിൽ നിന്നും സ്കൈ റോഡിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദൃശ്യഭംഗികളൊക്കെ ആസ്വദിക്കാൻ പറ്റും. ഒരു സൈഡിൽ മലകളാണെങ്കിൽ മറു സൈഡിൽ അറ്റ്ലാന്റിക് ഓഷനാണ്. വളരെ മനോഹരമായ ദൃശ്യമാണ്. അതുപോലെ സ്കൈ റോഡിൻ്റെ അപ്പർ സ്കൈ റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായ ഒരു ദൃശ്യവിരുന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം നടന്നു കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.